എന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഒരു ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആളുകൾ എല്ലാ വിജയദശമി നാളിലും കാക്കി ട്രൗസറും, പണ്ട് കാക്കി ട്രൗസർ ആയിരുന്നു, ഇപ്പം കാക്കി ട്രൗസറും മാറി പാന്റായി. അതെ, കാക്കി ട്രൗസറും വെള്ളക്കുപ്പായും ഇട്ട് ബാൻഡും മുട്ടി വിജയദശമി നാളിൽ ഒരു പദസഞ്ചലനം എന്ന പേരിൽ നടത്തുന്ന ഒരു സംഘടന മാത്രമല്ല ആർ എസ് എസ്. ആർ എസ് എസ് ഒരു വലിയൊരു സംഘടനയാണ്, ഒരു വൃക്ഷമാണ് ആർ എസ് എസ്, ഒരു ഒരു ആൽമരം പോലെ ഒരു വൃക്ഷം, അതാണ് ആർ എസ് എസ്. അങ്ങനെയുള്ള ആർ എസ് എസിന് ഒരുപാട് ശാഖകളുണ്ട്. ആ ശാഖകൾ 150ഓളം വരുന്ന അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ പല പല സംഘടനകളുണ്ട്. അതെ, അത് ചുരുക്കം സംഘടനകളാണ്. ABVP, BJP, അതുപോലെ തന്നെ ഈ BMS തുടങ്ങിയ സംഘടനകൾ. നിങ്ങൾക്ക് അറിയാത്ത, നിങ്ങൾ വനവാസി കല്യാണത്തെ കുറിച്ച് അറിയാം? നിങ്ങൾക്ക് വനവാസി കല്യാണം കേട്ടിട്ടില്ല. എന്നാൽ ആർ എസ് എസിന്റെ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് ഈ വനവാസി കല്യാണം. അതെ, ആദിവാസി വിഭാഗത്തിലേക്ക് പ്രവർത്തിക്കാൻ വേണ്ടി രൂപീകരിച്ച ഒരു സംഘടനയാണ് ഈ വനവാസി കല്യാണം. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആദിവാസി ജനവിഭാഗങ്ങളുടെ ഒരു ഉന്നമനത്തിനും കൂടിയിട്ടാണ് ആ സംഘടന പ്രവർത്തിക്കുന്നതാണ് അവരുടെ അവകാശം. അതിനൊക്കെ പ്രചാരകന്മാരുണ്ട്, ഒരുപാട് ആളുകൾ, നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇതിന്റെയൊക്കെ മുഖ്യ പ്രചാരകന്മാരായിട്ട് അതിന്റെ ഇടയിൽ പൂർണ്ണസമയ പ്രവർത്തകന്മാരായി പ്രവർത്തിക്കുന്നതാണ് കാണാൻ വേണ്ടത്. അത് കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ഇന്നലെ ആ ആർ എസ് എസിന്റെ 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നാഗ്പൂരിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ആർ എസ് എസിന്റെ രാഷ്ട്രപതി, മുൻ രാഷ്ട്രപതിയായിട്ടുള്ള രാംനാഥ് കോവിന്ദ് പങ്കെടുത്തിട്ടുണ്ട്. ആർ എസ് എസ് രാഷ്ട്രപതി ആയ ആള് അപ്പോയിന്റ് ചെയ്യുന്നത്, ആർ എസ് എസ് ആണ് തെരഞ്ഞെടുക്കുന്നത്. കഴിഞ്ഞ തവണ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള രാംനാഥ് കോവിന്ദ് ആയിരുന്നെങ്കിൽ ഇത്തവണ ആർ എസ് എസിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് ആരായിരുന്നു? പട്ടിക വർഗ വിഭാഗത്തിൽപ്പെടുന്ന ദ്രൗപതി മുർമു ആയിരുന്നു. ചരിത്രത്തിൽ ആദ്യമാണ്, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പട്ടിക വർഗ വിഭാഗത്തിൽപ്പെടുന്ന ഒരാളെ രാഷ്ട്രപതിയായിട്ടാണ്. 100 വർഷം പിന്നിടുന്നു എന്നത് നമുക്ക് അതിനകത്ത് ആർ എസ് എസിനെ കാണാൻ വേണ്ടി പറ്റും. കാരണം ഇതിന് മുന്നേ ഒരു സംഘടന ഉണ്ടായിരുന്നു, ഇന്ത്യയിലല്ല, ചൈനയിലാണ്, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഒരു സ്പ്ലിറ്റുകളില്ലാതെ, ഒരു തർക്കങ്ങളില്ലാതെ, അല്ലെങ്കിൽ ഒരു വിഭജനങ്ങളില്ലാതെ 100 വർഷം പിന്നിട്ട മറ്റൊരു സംഘടനയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചിട്ടുള്ളത്. 2021 അതിന് 100 വർഷം പിന്നിട്ടു. അതേപോലെ തന്നെ ഒരു സംഘടനയാണ് ആർ എസ് എസ്. 2025 അത് 100 വർഷം പിന്നിട്ടു. അല്ല, അതുകൊണ്ട് അതിന്റെ ഒരു കാര്യം ഇത് വലിയൊരു സംഘടനയാണ് ആർ എസ് എസ്. ധാരാളം പ്രചാരകന്മാർ, ധാരാളം അഫിലിയേറ്റഡ് ഓർഗനൈസേഷൻസ്, അതിന്റെ പ്രവർത്തകന്മാർ, ആളുകൾ ഈ ആർ എസ് എസിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അല്ല, നിങ്ങൾക്ക് അതിനൊരു കോർപ്പറേറ്റ് കമ്പനികളെ പോലെ കാണാൻ പറ്റും. ഇതിൽ ആരും എംപ്ലോയീസ് ഇല്ല. ഇതിൽ ഒരു സേവനമായിട്ടാണ് അവർ പറയുന്നത്. ഇതിൽ ആളുകൾ വളണ്ടിയറായി അതിൽ വന്ന് ജോയിൻ ചെയ്യുകയും അവരുടെ സേവനം അവർ സമർപ്പിക്കുകയും രാജ്യത്തിന് സമർപ്പിക്കുക, സ്വയം സേവകർ എന്നാണ് ആർ എസ് എസിനെ പറയുന്നത്. രാഷ്ട്രീയ സ്വയം സേവക സംഘടന. 100 വർഷം പിന്നിട്ട സംഘടനകൾ, ഇപ്പൊ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കുറിച്ചാണ് പറയുകയാണെങ്കിൽ 1920 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ രൂപീകരിച്ചിട്ടുണ്ട്. അതിലെ തർക്കങ്ങൾ വളരെ രസകരമാണ്. അതിലെ തർക്കങ്ങൾ 1925 രൂപീകരിച്ചാണ് എന്നാണ് CPI അവകാശപ്പെടുന്നത്. CPM പറയുന്നത് 1920 എന്നാണ്. ഈ തർക്കങ്ങളുടെയൊക്കെ അനന്തര ഫലമായി 1964 ഇത് രണ്ടും പിളർന്നു. ഇപ്പൊ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണെങ്കിലും ഇത് ആന്തരികമായ തർക്കങ്ങൾ, ആ ആന്തരികമായ ലക്ഷ്യബോധമില്ലായ്മ, ആന്തരികമായ പല അനവസരത്തിലുള്ള അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തർക്കങ്ങളൊക്കെ കൊണ്ടുചെന്ന് അത് ആ രാഷ്ട്രീയ സംഘടനകളുടെ തകർച്ചയിലാക്കുകയാണെങ്കിൽ ആർ എസ് എസ് അവരുടെ ആശയത്തിൽ നിന്ന് രൂപീകൃതമായ കാലം മുതൽ തന്നെ ഒരടി പിന്നോട്ടില്ല. അവർക്ക് എന്താണ് ഇവിടെ? സാംസ്കാരിക ദേശീയതയാണ് ആർ എസ് എസിന്റെ മുദ്രാവാക്യം. ആർ എസ് എസ് ഈ രാജ്യത്തെ ഒരു സാംസ്കാരിക ദേശീയതയിലൂന്നിയ ഒരു രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ എല്ലാവരും സ്വയം സേവകരായി രാഷ്ട്രത്തിന് സമർപ്പിക്കുക എന്ന് പറയുന്ന ഒരു